ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അങ്ങനെ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ എന്താ അഡ്മിറ്റ് ആകാൻ പോവാണ്, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പം നമ്മുടെ പാക്കിങ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് ഘട്ട പാക്കിങ് എന്നല്ലേ, എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ബാഗൊന്നും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ല, കാണത്തില്ല. ഇത് ബാഗ് എൻ്റെയും അച്ഛയുടെയും സാധനങ്ങൾ, അത് കുഞ്ഞാപ്പൻ്റെ ബാഗ് കേട്ടോ. പിന്നെ ഒരു ഹാൻഡ് ബാഗും കൂടി ഉണ്ട് ഇതാ ഇവിടെ. പിന്നെ നമ്മുടെ ഇവിടെ തുണിയെല്ലാം അലക്കിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് മഴയാണല്ലോ. അതെ, മഴയുണ്ട്. അതുകൊണ്ട് നമ്മൾ കതകെ വരെ കണ്ടോ, കതകെ വരെ തുണി അലക്കി. സ്റ്റാൻഡെല്ലാം തുണിയുണ്ട്. സാധാരണ നമ്മൾ വെളിയിലാണ് തുണി അലക്കിയിരുന്നത്. അപ്പം കാറ്റ് മഴയായതുകൊണ്ട് വീണ്ടും അതിതാവും. അപ്പം നമ്മൾ കാറ്റടിച്ച് മൊത്തം നനയും. അപ്പം വൈകിട്ട് മമ്മി വരും എന്നാണ് പറഞ്ഞത്. വൈകിട്ട് ഞാനിങ്ങോട്ട് പോരും. കാരണം രണ്ടുപേർ എല്ലാവർക്കും കൂടെ അവിടെ കിടക്കാൻ പറ്റില്ല. ആകെ 2 ബെഡേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണല്ലോ. അപ്പം വൈകിട്ട് ഞാനിങ്ങ് പോരും. പിന്നെ എന്തെങ്കിലും എമർജൻസി വരുവാണെങ്കിലും വിളിക്കുമ്പോൾ ചെന്നാൽ മതിയല്ലോ. കാരണം എല്ലാവരും കിടക്കുന്നത് പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മെഡിസിൻസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. പെയിൻ്റെ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അഡ്മിറ്റ് ആയി ഇന്ന് തന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ നാളെ തന്നെ എന്തെങ്കിലും നടക്കുമെന്നല്ല, നമ്മളോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങിന്റെ വീഡിയോ ആയിട്ട് പറഞ്ഞായിരുന്നല്ലോ. കാരണം ഒരു അന്ന് നോക്കിയപ്പോ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, വയറിന് നല്ല മുറുക്കുണ്ട്. കാരണം അന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അവിടെ അടുത്തായിരിക്കുമ്പോൾ നമുക്ക് ഓവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇവിടെയൊക്കെ ആകുമ്പോൾ രാത്രിയിലൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാനുള്ള ഇത്ര ദൂരം ഉള്ളെങ്കിലും ആ ഒരു സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഡോക്ടർ പറഞ്ഞത് ബെറ്റർ നമ്മൾ അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അഡ്മിറ്റ് ആകാൻ വേണ്ടി പോകുന്നത്. അതെ, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി എടുത്തുകൊണ്ട് പോയച്ചാൽ മാത്രം മതി. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാം എന്നുള്ള രീതിയിലാണ് ഓട്ടോയ്ക്കോ എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി ചേട്ടാ വിളിച്ചു വരച്ച കാര്യമില്ലല്ലോ. അവരൊക്കെ സമയാകുമ്പോഴത്തേക്ക് വന്നാൽ മതിയല്ലോ. കാരണം ഡ്രസ്സ് കൊണ്ടുവന്നല്ല, ഒരു ബാഗ് കൊണ്ടുവന്ന് നമുക്ക് ബൈക്കിന് വേണേൽ കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ പോലും അത്രയും കഷ്ടപ്പെട്ട ഓട്ടോ വിളിച്ച് ഇവിടെ ഇത്ര ദൂരമേ ഉള്ളൂ. ഓട്ടോ വിളിച്ച് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. 2 ബാഗേ ഉള്ളൂ. അപ്പം അതാണ് നമ്മുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. അത് വലിയൊരു ഇതാണ് ഞാൻ. കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. അച്ഛക്ക് അത്രയില്ല. അച്ഛ ഇച്ചിരി കൂളായിട്ടുള്ള ആളാണ്. എനിക്ക് ഭയങ്കര ടെൻഷൻ. ഇപ്പം എല്ലാ കാര്യത്തിലും ഉള്ളതാണ്. ഈ കാര്യത്തിൽ മാത്രം ആയിട്ട് മാറിയല്ലോ. ഈ കാര്യത്തിൽ കൂടും. അപ്പം എന്താ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഉണ്ടാവും. പക്ഷെ നമുക്ക് വരുമ്പോഴേ അതിന്റെ ഒരു നമുക്ക് എന്താണല്ലോ ഉണ്ടാവും. അതിപ്പം ഈവൻ എനിക്കാണെങ്കിലും ഞാനിത് പുറത്ത് കാണിക്കാത്തതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാണല്ലോ, എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇത്. എന്താ അപ്പം എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് അല്ലേ. OPയിൽ ചെന്ന് ഡോക്ടറെ കാണണം. അവിടുന്ന് അഡ്മിഷനായിട്ട് വേണം നമുക്ക് റൂമിലേക്ക് പോകാം. റൂമൊക്കെ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. എന്തോ റൂം തന്നെ ആയിരിക്കും. നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റൂം ഇച്ചിരി കൂടി നല്ലത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കണം. കാരണം മമ്മിയും ഒക്കെ നിൽക്കുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ഉള്ളപ്പം അതിനനുസരിച്ചുള്ള സ്പേസ് ഉണ്ടോ, റൂം ഉണ്ടോ നോക്കണം. റൂമുകൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. എന്തായാലും നമുക്ക് അതല്ലല്ലോ, ഞങ്ങള് അല്ല എല്ലാം വേണമല്ലോ, സേഫായിട്ട് ഇരിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ് അല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം. എപ്പോഴും പറയുന്ന പോലെ നമ്മൾ കുളിച്ച് റെഡിയായി 2 പേരും. അപ്പം എന്താ പറയുക, ഇറങ്ങട്ടെ അല്ലേ. സിംഹത്തിനെ
അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ശിമോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യം അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ചോദിച്ചുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മരം വെറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരു നിന്റെ അരമറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞ ഏത് വിധത്തിലുള്ള മരണത്താലാണ് പത്രോസ് ദൈവത്തെ വാർത്തപ്പെടുത്താൻ സൂചിപ്പിക്കുകയാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അഡ്മിറ്റായി. കഴിഞ്ഞ പ്രാവശ്യം 106 ഈ പ്രാവശ്യം 107 റൂം നമ്പർ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാ പറയാൻ പറഞ്ഞു. അല്ല, NST ചെയ്തു. അതിനകത്ത് ആള് ഇച്ചിരി അനക്കം കുറവായിരുന്നു. പിന്നെ 2 തട്ടും മുട്ടും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആക്റ്റീവായി. പിന്നെ കൺട്രാക്ഷൻ ഉണ്ട്, അത്രയ്ക്കില്ല, ചെറുതായിട്ട്. അപ്പം എന്തായാലും ചിലപ്പോൾ 2 ദിവസം കൂടെ നോക്കുമായിരിക്കും, നമുക്ക് അറിയത്തില്ല എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ ഡോക്ടർ എന്തായാലും റൂമിലോട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. നമ്മൾ റൂമിൽ വന്ന് സെറ്റായി. മണ്ടയ്ക്ക് TV ഒക്കെ ഉണ്ട് കേട്ടോ. TV, ഇതേ ഫോണ് എല്ലാം ഉണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റൂളും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കട്ടിൽ ഇച്ചിരൂടെ പൊക്കത്തില്ല, ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനിയുള്ള കാര്യങ്ങൾ പുറകെ പറയാല്ലേ, എല്ലാം കൂടെ ഒരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും പുറകെ. അല്ലെങ്കിൽ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എല്ലാം ബോറടി ആയിരിക്കും. അപ്പം ഇനി എന്തായാലും പുതിയ കാര്യങ്ങൾ, സാധനങ്ങൾ അച്ചയ്ക്കുള്ള ടാസ്ക്കാണ്. വെറുതെ ഇല്ലല്ലോ ഒന്നിനും. ഓക്കെ, അങ്ങനെ വേണ്ട നമ്മുടെ സർവത്രാതി സാധനങ്ങൾ. 2 ട്രോളി ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നു അല്ലേ. ഹാൻഡ് ബാഗ് നമ്മൾ ഓൾറെഡി കൊണ്ടുവന്നു. പിന്നെ ഇത് ബാക്കി 2 ട്രോളി, അത് കുഞ്ഞിൻ്റെ ട്രോളി, ഇത് എൻ്റെ ട്രോളി. എൻ്റെ അല്ല, ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ഡ്രസ്സാണ് കേട്ടോ, അല്ലേ. അപ്പം ഇനി ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ല, അപ്പം എന്താ അന്ന് നമുക്ക് അറിയില്ല. അതെ, നമ്മളങ്ങനെ ഇവിടെ കൂടി കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. ഒരുമിച്ച് വീഡിയോ ഓരോ ദിവസത്തെ സെപ്പറേറ്റ് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് നമ്മളിത് ആ ചോറുണ്ണാൻ പോവാണ്. വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന മീൻ അച്ചാറുണ്ട്, പിന്നെ മുളക് ചമ്മന്തി ഉണ്ട് കേട്ടോ. പിന്നെ കടയിൽ നിന്നാണ് നമ്മൾ ചോറ് മേടിച്ചത്, അതിൻ്റെ ഇഷ്ടം പോലെ കറികൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. 2ാമത്തെ ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിലല്ലേ. അച്ഛനെ ഞാൻ കാണിക്കത്തില്ലെന്ന് അറിയാം, അവിടുന്ന് വെട്ടം അടിച്ച് കയറിയിട്ടൊരു സുഖമില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്താണെന്നുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ പുറകെ പറയാം കേട്ടോ. രാവിലെ ഡോക്ടർ വന്നായിരുന്നു, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും അങ്ങനെ ഇടാത്തത്. എന്തായാലും 2 ദിവസത്തെ കാര്യങ്ങൾ ഒരുമിച്ചാക്കിയിട്ട് അല്ലേ ഒറ്റ വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കി പിന്നെ പറയാം കേട്ടോ. ഇത് നിങ്ങൾ കഴിച്ച് തീർക്കട്ടെ. എടുക്കാൻ പോകണം കേട്ടോ.
കൊടുത്തു. അടുത്ത വീൽ ചെയർ വരാൻ വീൽ ചെയർ ഉണ്ട് കാണാൻ ആള് പറഞ്ഞത് നടന്നു പോകുന്നതേ ഉള്ളൂ. ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കണം. എനിക്കെന്തോ പോലെ ഇങ്ങനെ തള്ളിക്കൊണ്ടു ഭയങ്കര ബുദ്ധിമുട്ട്. നടക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമുക്ക്. ഡോക്ടർ ചോദിച്ചു, ഇന്ന് വന്നപ്പോൾ ചോദിച്ചു എപ്പോഴും കിടപ്പാണോ, കുറച്ച് നടക്കാനൊക്കെ പറഞ്ഞു. വേറെ നല്ല രാത്രി ഇന്നും ഇന്നലെയാണ് സിസ്റ്റർമാർ പറഞ്ഞ സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. സ്റ്റെപ്പല്ല, ഇത് ഈ റാമ്പായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പതുക്കെ കയറി പോകാം, പ്രശ്നമില്ല. പിന്നെ ഈ ഭയങ്കര ഈ ചൊറിച്ചിൽ വീണ്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഒന്നും ഉറങ്ങാനൊന്നുമില്ല. പിന്നെ ഇന്നലെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്നലെ ഉറക്കം നടക്കാത്തതുകൊണ്ടാണ് ഇന്ന് കിടന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ഇന്ന് രാവിലെ വന്നപ്പോഴത്തേന് ചോദിച്ചു എപ്പോഴും കിടപ്പാണോ എന്ന്, ഇടയ്ക്കൊക്കെ നടക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയതാണ്. നടന്നോളാൻ പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ വിശേഷങ്ങൾ വീഡിയോ. നമ്മൾ നടപ്പൊക്കെ കഴിഞ്ഞ് വന്നു. ഇന്ന് ഡോക്ടർ പറഞ്ഞതെന്നാന്ന് ചോദിച്ചാൽ ഇന്നിപ്പം നമ്മൾ അഡ്മിറ്റായിട്ട് 3-ാമത്തെ ദിവസമാണല്ലേ. അപ്പം ഡോക്ടർ പറഞ്ഞത് നാളെ നോക്കട്ടെ, നാളെ പരിശോധിച്ച് നോക്കിയിട്ട് PV ചെയ്ത് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ചൊറിച്ചിൽ ഉള്ളതുകൊണ്ട് അത് കുറയുന്നില്ല, അതുള്ളതുകൊണ്ട് ചെറിയ കോംപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം കോംപ്ലിക്കേഷൻ തന്നെ പേടിക്കാനൊന്നുമില്ല. അപ്പം നോക്കിയിട്ട് PV ചെയ്ത് നോക്കിയിട്ട് ഫേവറബിൾ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ. നമുക്ക് സേഫായിട്ട് കിട്ടുക എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇന്നത് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം എന്നാലും ആഗ്രഹം ഉണ്ടാകുമല്ലോ എല്ലാവർക്കും നോർമൽ ഡെലിവറി വേണം എന്നുള്ളത്, ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, നിങ്ങളുടെ പ്രാർത്ഥന, സപ്പോർട്ട് അല്ലേ. എല്ലാവരും ഒത്തിരി പേര് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഡേറ്റ് എന്താ പറഞ്ഞേ, ഡേറ്റ് എന്തായാലും പറയാതിരിക്കില്ലല്ലോ, എന്താണ് സ്കാനിങ്ങിൻ്റെ ഡേറ്റ് അറിയാമല്ലോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ ഈ ഒരു കോംപ്ലിക്കേഷൻ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറഞ്ഞിട്ടേ ഇല്ലല്ലേ. നമ്മുടെ കാര്യത്തിൽ ഡേറ്റ് പറയാൻ പറ്റത്തില്ല. ഡേറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്കാനിങ്ങിന് വന്നപ്പോഴാണ് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞത്. ഈ വയറിങ്ങനെ മുറുകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കാനും മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇവിടെ ആയിരിക്കും, ഹോസ്പിറ്റലായിരിക്കും നല്ലതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അഡ്മിറ്റ് ആക്കിയത്. ഡേറ്റ് ആയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ പെയിൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണെന്നാണ് ഡോക്ടർ പറഞ്ഞ്, വരട്ടെ കുഴപ്പമില്ല. ഈ പെയിനുള്ള മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്തായിരുന്നു. വേറെ ഇന്നലെ രാത്രിയിൽ കുറച്ച് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ അതെന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് അല്ലേ ഇതുവരെ ഉള്ളതാണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളും നല്ല ഒരു വാർത്തയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഉടനെ വരുന്ന പ്രതീക്ഷിക്കുകയാണ്. അതെ, ഇനി വലിയ വലിച്ചു നീട്ടലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ എല്ലാം നടക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ. അതെ, ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് തന്നെയാണ് പറയാനുള്ളത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് നടക്കാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ഓർക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.